യാത്രയുടെ ഒരു തുടക്കത്തിന് വേണ്ടി നമ്മൾ കോയമ്പത്തൂരിൽ എത്തിയിരിക്കുകയാണ്. ഇനി രാവിലെ 5 മണിക്കാണ് ട്രെയിൻ. തലേന്ന് വൈകുന്നേരം 5:50 കൊല്ലത്തുനിന്നും കോയമ്പത്തൂരേക്ക് യാത്ര തിരിച്ച് രാത്രി കൃത്യം 1:30 നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതിനുശേഷം 5:30 മേട്ടുപ്പാളയത്തേക്കുള്ള ട്രെയിൻ. കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപ്പാളയത്തേക്ക് 1 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ. ഒന്നുറങ്ങാമെന്ന് വെച്ച് കയറിയതാ, പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ എത്തിച്ചേർന്നു. പക്ഷെ ഉറക്കക്ഷീണമൊന്നും തോന്നിയില്ല. ഊട്ടി കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാം. ഞങ്ങൾ മേട്ടുപ്പാളയത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു സ്പെഷ്യൽ ട്രെയിനിൽ ഉദകമണ്ഡലത്തിലേക്ക് ഊട്ടിയിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിൽ കയറി നമ്മൾ അതെ അതിൽ കയറി നമ്മൾ ഊട്ടിയിലേക്ക് പോകാനാണ് പ്ലാനാണ്. ആ കാണുന്ന മലയാണ് ഊട്ടി. ഊട്ടി ഊട്ടി ഊട്ടിപ്പട്ടണ കൂട്ടിക്കെട്ടണ സൊന്നവാട. ഇതാണ് ടോയ് ട്രെയിൻ എന്ന് വിളിക്കാറുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ. 1908 ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. സേലം റെയിൽവേ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ റെയിൽവേ പാത സദേൺ റെയിൽവേ സോണിൻ്റെ ഭാഗമാണ്. നമുക്ക് സാധാരണ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതും ബുക്ക് ചെയ്യാവുന്നതാണ്. ടോയ് ട്രെയിനിൽ ഊട്ടിയിലേക്കുള്ള യാത്ര വളരെ മനോഹരമാണ്. പല സ്റ്റേഷനുകളിലും നിർത്തിയാണ് ഇതിൻ്റെ യാത്ര. ഇതിനിടയിൽ ഫോട്ടോ എടുക്കാനും മലകളുടെ സൗന്ദര്യം കാണാനും ചായ കുടിക്കാനും ഒക്കെയായി ട്രെയിൻ നമുക്കായി നിർത്തിത്തരും. ധാരാളം കുരങ്ങുകളും മറ്റും ഈ യാത്രയിലൊരു ഭാഗമാണ്. മല കയറി തുടങ്ങിയപ്പോൾ തന്നെ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഞങ്ങളുടെ യാത്രയിൽ ചെറിയ ചാറ്റൽ മഴയും പലപ്പോഴായി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 12 മണിയോടെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഇനി അഗോഡ എന്ന ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോം വഴി ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കുള്ള യാത്രയ്ക്കായി 3-4 ഓട്ടോയിലായി ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു. സ്റ്റാർ കോട്ടേജ് എന്ന ഹോട്ടലിലേക്ക് അവിടെ നിന്നും 3 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ കാണുന്ന കാഴ്ചകൾ ഹോട്ടലിലെ 2ാം നിലയിൽ നിന്നുള്ളതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഊട്ടിയിലെ അടുക്കി വെച്ചിരിക്കുന്ന വീടുകളുടെ ദൃശ്യങ്ങൾ കാണാനാകും. കൂടാതെ ഊട്ടി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന റോസ് ഗാർഡനും നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ റൂം. ഇവിടുത്തെ എല്ലാ റൂമുകളും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. വന്ന ക്ഷീണമൊക്കെ മാറ്റിയതിനു ശേഷം ഞങ്ങൾ വൈകുന്നേരം 6 മണിയോടെ പുറത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് വെച്ചു. വൈകുന്നേരത്തെ ചായയുടെ സമയം കഴിഞ്ഞിരുന്നെങ്കിലും ഊട്ടിയിലെ ആദ്യ ചായയും കടിയും വളരെ നന്നായിരുന്നു. ലാലേട്ടൻ പറഞ്ഞതുപോലെ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദം കൂടുമെന്നത് സത്യമാണെന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞു. ഇത് ഊട്ടിയിലെ ഞങ്ങളുടെ 2ാം ദിവസമാണ്. ഇന്ന് നമ്മൾ യാത്രയ്ക്കായി ഒരു ട്രാവലറിലാണ് പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. ട്രാവലർ നമുക്ക് രാവിലെ 8:30 മുതൽ വൈകിട്ട് 6:30 വരെ ഊട്ടി ചുറ്റി കാണാനായിട്ട് 4500 രൂപയായിരുന്നു റെൻറ്റ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പം രാവിലെ വീട്ടിലിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. എന്നിട്ട് നമുക്കൊരു ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ 8:30 ആകുമ്പോഴത്തേക്ക് വരും. അതിന് മുമ്പ് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇരിക്കണം. 8 മണിയായി. അതെ. പിന്നെ നമ്മൾ ഇന്ന് എവിടൊക്കെയാ പോകുന്നത്? ഡോൾഫിൻ വ്യൂ പോയിന്റ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ ഇവിടെ എവിടേക്കോ കറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പിന്നെ മാക്സിമം ഇന്ന് പോകാൻ പറ്റുന്നിടത്തെല്ലാം നമ്മളിന്ന് പോകും. ഇന്ന് രാത്രി കൂടെ നമ്മൾ ഈ ഹോട്ടൽ സ്റ്റാർ കോട്ടേജിലുണ്ടാകത്തുള്ളൂ. പിന്നെ നമ്മൾ ഇന്ത്യൻ റെയിൽവേ ട്രെയിനിലായിരിക്കും. അതെ, നമ്മൾ വന്ന പോലെ നമ്മൾ തിരിച്ചു പോകും അല്ലേ? അതേ ട്രെയിനുകൾ കയറി. ഇവിടെ എന്തായാലും നല്ല തണുപ്പ്. ഇതൊക്കെ ഇട്ടപ്പോഴത്തേക്കിന് ഒരുപാട് തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് തന്നെ എന്തെങ്കിലും മാർക്കറ്റിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ മേടിക്കണം അല്ലേ? മേടിക്കണം എന്നില്ല, കാണണം. എനിക്ക് കൂടുതൽ കാണാനാണ്. ബോർഡിൽ നമുക്ക് റോസ് ഗാർഡനിൽ വെൽക്കം ടു റോസ് ഗാർഡൻ എന്നൊരു ബോർഡ് ഉണ്ടോ? അതിനകത്ത് കുറേ പ്ലേസസ് ഉണ്ട്. നിയർ ബൈ ടൂറിസ്റ്റ് സ്പോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് മ്യൂസിയം തൊട്ട് മുതുമലൈ ടൈഗർ റിസർവ് വരെ. എനിക്ക് മുതുമലൈ ടൈഗർ റിസർവ് പോകണമെന്നുണ്ട്. മുതുമലൈ ടൈഗർ റിസർവിലോട്ട് 67 കിലോമീറ്റർ ഉണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ
ഇതൊരു ടീ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായി ചോക്ലേറ്റ് ടീ, മസാല ടീ, ഗ്രീൻ ടീ അങ്ങനെ വ്യത്യസ്ത രുചികളുള്ള ചായകൾ തന്നു. വില അല്പം കൂടുതലാണെങ്കിലും തേയില ഫാക്ടറിയിൽ നിന്ന് നേരിട്ടെത്തുന്ന ടീ ഔട്ട്ലെറ്റിൽ നിന്നും തേയില വാങ്ങുന്നതെന്ന് വേറെ തന്നെയല്ലേ. ಮಸಾಲಾ ಟೀ ಪಕ್ಕಲಿಗೆ ಚಾಯ ಮಸಾಲಾ ಟೀ ಅದಕ್ಕೆ ಎರ್ದಿ ಏಲಕ್ಕ ಕಾಡಮ ಎರ್ದಿ ಏಲಕ್ಕೆ ಅದಿಲ್ಲ ಇಪ್ಪ ನಿಮಗೆ ಟೇಸ್ಟ್ ಗ್ರೀನ್ ಟೀ ಮಸಾಲಾ ಟೀ ಚಾಕ್ಲೇಟ್ ಟೀ 3 ವೆರೈಟಿ ಟೀ ಓನ್ಲಿ ಟೇಸ್ಟ್ ಜಿಂಜರ್ ಟೀ ಕಾಡಮಮ್ ಟೀ ರೆಗ್ಯುಲರ್ ಟೀಗೆ ನೋ ಟೇಸ್ಟ್ ಚಾಕ್ಲೇಟ್ വേണം ഈ ടീ ഔട്ട്ലെറ്റിന് നേരെ എതിർവശത്ത് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടമായിരുന്നു. അവിടുത്തെ പ്രാദേശിക വേഷമാണെങ്കിൽ ഫോട്ടോ എടുക്കാമായിരുന്നെങ്കിലും 250 രൂപ ചിലവാക്കാൻ നിൽക്കാതെ നമ്മുടെ കയ്യിലെ മൊബൈലിലും ക്യാമറയിലും ഒക്കെ ആയിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തു. അവിടെ നിന്ന് നേരെ പോയത് സ്ട്രോബെറി ഫാമിലേക്കായിരുന്നു. ഞാനിതുവരെ 1-2 തവണ മാത്രമേ സ്ട്രോബെറി കണ്ടിട്ടുള്ളൂ, കഴിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് സ്ട്രോബെറി ഇങ്ങനെ ചെടിയിൽ നിൽക്കുന്നത് കാണുന്നത്. എത്ര സമയം എടുക്കും? 20 days കൊണ്ട് ഫുൾ റൈപ്പ് ആവും. സ്ട്രോബെറി വില എടുക്കാം. അത് 3 ദിവസം 3 നാൾ 3 ദിവസം കൊണ്ട് റൈപ്പ് ആവാൻ പഴുക്കാൻ அதுக்கு ஒரு 7 நாள் அந்த மாதிரி ஃபர்ஸ்ட் பூ வைக்கும். ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ ടോട്ടൽ എത്ര ദിവസം എടുക്കും? டோட்டல் இப்போ நெக்ஸ்ட் மந்த் ஹார்வெஸ்ட் ஃபுல்லாக எடுத்து வேறு 1 month மതി ഫുൾ ഹാർവെസ്റ്റ്. 20 month വரைക്കും ഒരു 20 month ഒരു ബാച്ച്. நாங்கள் ஸ்ட்ராபெரியில் ஸ்பெஷலாக ஒயின் தான் செய்கிறோம். இதுக்கு வெளியே வந்து ரெட் ஒயின் சொல்லுவோம், டேப் ஒயின் நல்லா கிடைக்கும். இங்கே ஃபுல் அண்ட் ஃபுல்லாக ஸ்ட்ராபெரி ஒயின் தான். ഇതിപ്പോൾ ഈ ഫാമിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ട്രോബെറി ഔട്ട്ലെറ്റ് പോലെ ഒരു സംഭവമാണ്. ഇവിടെ സ്ട്രോബെറി യൂസ് ചെയ്തിട്ടുള്ള ലിപ് ബാം, അങ്ങനെ കുറേ ഐറ്റംസ്, ഫേസ് ക്രീം ഉണ്ട്, ഫേസ് മാസ്ക് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ആണ് ഇവിടെ. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിലേക്കായിരുന്നു പോയത്. കൂനൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്ററിലധികം ഉയരത്തിലാണ് ഡോൾഫിൻ നോസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ടീ ഔട്ട്ലെറ്റിലും പിന്നെ സ്ട്രോബെറി ഫാമിലും കയറിയിട്ട് ഇപ്പോൾ നമ്മൾ ഡോൾഫിൻ വ്യൂ പോയിന്റിൽ വന്നേക്കാണ്. ഇവിടാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട്. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയിൽ ധാരാളം കടകളുണ്ട്, കഴിക്കാനുള്ളതും പിന്നെ അലങ്കാര വസ്തുക്കളും അങ്ങനെ ഒരുപാട്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മേടിച്ച് കൈ വെച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ഒരുപാട് കുരങ്ങുകളുണ്ട്, തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ചോളം അതുപോലുള്ള സാധനങ്ങളെല്ലാം കുരങ്ങ് വന്ന് ചാടി എടുത്തുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് അവിടുന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ബാഗിലിട്ടാണ് പുറത്തോട്ട് എത്തിച്ചത്. ഇതാണ് ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ്. കൂനൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൊടുമുടിയുടെ അറ്റം ഒരു ഡോൾഫിൻ്റെ മൂക്ക് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഈ കൊടുമുടിയുടെ ഇടത്തും വലത്തുമായിട്ട് ഭീമാകാരമായ മലയിടുക്കുകളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കോടമഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റിയില്ല. കൂടാതെ ഇവിടെ തന്നെയാണ് കാതരൻ വെള്ളച്ചാട്ടവും. അത് നമ്മൾ കുറച്ച് അകലെയായിട്ട് കണ്ടായിരുന്നു. ഈ ഡോൾഫിൻ വ്യൂ പോയിന്റിലോട്ട് വരുന്ന ആ വഴിയിൽ ഹെയർ പിൻ വളവുകളും പിന്നെ 2 സൈഡിലും തേയിലത്തോട്ടങ്ങളും ഒക്കെ ഭയങ്കര മനോഹരമായിട്ടൊരു യാത്രയാണ് നമുക്ക് ട്രാവലറിൽ വന്നപ്പോൾ കിട്ടിയത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സെൻസ് പാർക്കിലേക്കായിരുന്നു. ഇതൊരു പാർക്ക് കം ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു. 1874 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പൂക്കൾ ഞാനിവിടെ കണ്ടു. പിന്നെ രുദ്രാക്ഷം, ബീട്രീ അങ്ങനെ കുറേ വൃക്ഷങ്ങളും കണ്ടു. സിംസ് പാർക്ക് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് നമ്മൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും യാത്ര തിരിച്ചു. പിന്നീട് മഴക്കോള് കണ്ടതിനെ തുടർന്ന് നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ടിബറ്റൻ മാർക്കറ്റിൽ പോകുന്നുണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്നുണ്ട്. ഈ ബൊട്ടാണിക്കൽ ഗാർഡനെ പറ്റി പറയുകയാണെങ്കിൽ 1897 സ്ഥാപിക്കുന്നത്. എനിക്ക് സിംസ് പാർക്കിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. കാരണം ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. മൈതാനം പോലെ കിടക്കുക, ഭയങ്കര വലിയ ഗ്രൗണ്ടുകളാണ്.
അപ്പോൾ അവിടെ 55 ഏക്കറോളമാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൂക്കളാണ് അവിടെ ഉള്ളത്. അതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. ഒന്നിൽ തൊടാനൊന്നും പറ്റത്തില്ല, ഇതിൽ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാം, വീഡിയോ ഒക്കെ എടുത്ത് പോകാം. ഈ ബൊട്ടാണിക്കൽ ഗാർഡനും ടിബറ്റൻ മാർക്കറ്റും തൊട്ടടുത്തടുത്താണ്. അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ 10 മണിക്ക് കയറിയിട്ട് ഒരു 11:30 ആയപ്പോഴത്തേക്കിന് ഇറങ്ങി. ശേഷം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ അങ്ങനെയായിരുന്നു പ്ലാനിങ്. ഇതോടെ നമ്മൾ ഊട്ടിയോട് ടാറ്റ ബൈ ബൈ പറയുകയാണ്. നമുക്ക് മേട്ടുപ്പാളയത്തോട്ടുള്ള ട്രെയിൻ എന്ന് പറയുന്നത് 2 മണിക്കായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം അവസാനിപ്പിച്ച് 1 മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അപ്പോൾ എല്ലാവർക്കും ഊട്ടി വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സ്ഥലത്ത് ഒരു വ്ലോഗായിട്ട് വീണ്ടും വരുന്നതാണ്. ടാറ്റ ബൈ ബൈ.